ഹായ് ഫ്രണ്ട്സ്, ബഹ്റിനിൽ ഇന്നിപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ, കനത്ത മഴയും മിന്നലും കൊടുങ്കാറ്റും. നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് പോലും കാണാം. അതുപോലെ വാഹനം കുറച്ച് അടുത്തുമ്പോഴേ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് വളരെ കെയർഫുള്ളായിട്ട് ഡബിൾ ഇൻഡിക്കേറ്റർ എല്ലാ വാഹനവും ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. അടുത്തുള്ള വാഹനങ്ങളെ ഇപ്പം കാണാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് പോകുന്ന ലൈന് ലൈന് പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള മഴ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല കടുത്ത മഴ. ഈ വീഴുന്ന മഴത്തുള്ളികൾ നല്ല കടുത്തതായിട്ടുള്ളത്. സൈഡ് ഇപ്പോൾ വാഹനങ്ങൾ മാക്സിമം ഡബിൾ ഇൻഡിക്കേറ്ററാണ് പതുക്കെ 30-40 സ്പീഡിലാണ് പോകുന്നത്. ഈ റോഡിൽ വന്നിട്ട് 10-100 സ്പീഡിൽ പോകാൻ കഴിയുന്ന റോഡാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് വെറും 40 സ്പീഡിലാണ്. അത് മാത്രമല്ല, ഈ അടുത്ത് കൂടി വരുന്ന വാഹനങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ നോക്കണം. കാരണം അവർ എങ്ങനെയാണ് ഓടിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. കാര്യം കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് മിന്നൽ വരുന്നുണ്ട്. ഈ മിന്നൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണ് മിന്നിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഈ വാഹനങ്ങൾ പോകുന്നത് ലെഫ്റ്റ് കട്ട് ചെയ്യുന്നത് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം എന്ത് വെച്ചാൽ നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫ്രണ്ടിൽ പോകുന്ന വാഹനം ലെഫ്റ്റ് കയറും റൈറ്റ് കയറും ഒന്നും പറയാം. ഡബിൾ ഇൻഡിക്കേറ്ററാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ട്. നമ്മളിപ്പോൾ ബഹ്റിനിൽ വന്നിട്ട് കുറച്ച് ഏകദേശം ഒരു 5-6 വർഷം ഇതിനിടയ്ക്ക് നമ്മളിപ്പം ഫസ്റ്റ് ടൈമിൽ ഈ കാണുന്നതാണ് ഇത്രയും നല്ല കനത്ത മഴയും കാറ്റും മഴയും പിന്നെ മിന്നലും. അപ്പം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വളരെ പതുക്കെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഈ 100 സ്പീഡിൽ പോകേണ്ട നമ്മളാണ് 40 സ്പീഡിൽ പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പോകുന്നത് ചില ഇത് അവരേതായിട്ടുള്ള കൺഫേം ആയതിനു ശേഷമാണ് അവരിപ്പോൾ സ്പീഡിൽ പോകുന്നത്. നമുക്കിപ്പോൾ സ്പീഡിൽ പോകാത്തതാണ്. നമ്മൾ സെക്കൻഡ് ട്രാക്കിലാണ്. മാക്സിമം പതുക്കിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ വാഹനങ്ങൾ അടുത്ത് വരുമ്പോൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അത്രയും തിരക്ക് എന്ന് വെച്ചാൽ വളരെ കട്ടി കൂടിയ നല്ല കനത്ത മഴയാണ്. നല്ല കാറ്റുണ്ട്. നമുക്ക് വേറൊരു വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഏകദേശം 1.5 മണിക്കൂർ നല്ല മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഈ മഴയിൽ ഇപ്പം നമ്മളിപ്പം മാക്സിമം പതുക്കെ പോകുകയാണ്. കാര്യം നല്ലതാണ്. ഈ കാറ്റിൻ്റെയും ഈ റോഡിൻ്റെ ഇതും നമുക്ക് ക്ലിയറായിട്ട് ലൈനൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ചില ആൾക്കാർ കയറി വന്നിട്ട് ഡബിൾ ഇൻഡിക്കേറ്ററിൽ ലെഫ്റ്റാണോ കയറുന്നത് റൈറ്റാണോ കയറുന്നത് ഒന്നും പറയാൻ പറ്റില്ല. ഡ്രൈവിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിലെല്ലാം വണ്ടിയും ഒതുക്കിപ്പിക്കുന്നതാണ്. കാരണം ഒന്നും കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ആ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടികൾ ഏകദേശം ഒരു 5-6 വണ്ടിയിൽ കൂടുതൽ റൈറ്റ് സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. ഡബിൾ ഇൻഡിക്കേറ്റർ ഒതുക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന വാഹനങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. അതിനാലാണ് ഈ മാക്സിമം വാഹനങ്ങൾ സൈഡ് ഒതുക്കിയിടുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു വണ്ടി ഒന്ന് റോളായിട്ട് കയറാൻ നമ്മൾ മാക്സിമം നമ്മുടെ ലൈനിൽ പോയാണ് പോകുന്നത്. അവർ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഈ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കുറച്ച് പേര് ഒതുക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ ഒതുക്കിയിടുന്നു. ഈ റൈറ്റ് സൈഡാണ് ഇത്. ഇവരൊക്കെ വണ്ടികൾ ഒതുക്കി വെച്ചിരിക്കുന്നതാണ്. കാരണം വാഹനം പോകുമ്പോഴേക്കും നമുക്ക് കാഴ്ച ശക്തി കുറവായാൽ വാഹനങ്ങൾ ഈ സമയത്ത് വാഹനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് കാഴ്ചയുടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകാൻ പോലും വാഹനങ്ങൾ ഈ കനത്ത മഴയിൽ എടുക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. മാക്സിമം ആൾക്കാർ അവിടെ വാഹനങ്ങൾ ഒതുക്കിയിടുന്നുണ്ട്. കാര്യം അത്രയും കനത്ത മഴയാണ്. നമ്മളിപ്പം വേറെ വന്ന ശേഷം ഇപ്പം ഇത്രയും അധികം മഴ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഇതിൽ. കാര്യം
നല്ല കനത്ത മഴയാണ്. അത് മാത്രമല്ല, ഈ വരുന്ന കണ്ട ഈ ഗ്ലാസ്സിൽ വീഴുന്ന തുള്ളികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. പിന്നെ മിന്നൽ, അത് കണ്ടിന്യൂ ആയിട്ട് മിന്നിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള മിന്നലും ശക്തമായിട്ടുള്ള കാറ്റും ശക്തമായിട്ടുള്ള മഴയാണ്. ഈ മഴയിലാണ് നമുക്കിപ്പം നമ്മുടെ ഡ്യൂട്ടിയാണ്, അത് കറക്റ്റായിട്ട് ചെയ്യണം. അതിനാലാണ് നമ്മളിപ്പം മാക്സിമം ടൈം കവർ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഉള്ള വാഹനങ്ങളെല്ലാം ഒതുക്കിയിട്ടിട്ടുണ്ട്. മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ നമ്മളിപ്പോൾ ഈ പോകുന്ന ഇതിൽ തന്നെ ബ്രിഡ്ജിന് താഴെ മാക്സിമം വാഹനങ്ങൾ ഒതുക്കിയിടുമ്പോൾ 2-3 വാഹനങ്ങൾ ഒതുക്കിയിടും. കാര്യം അത്ര സ്പേസേ ഉള്ളൂ, ബാക്കിയുള്ളവർ കുറച്ച് പേര് അടുത്ത ബ്രിഡ്ജിലുണ്ട്. അപ്പം അത്രയും ഇതാണ്, വളരെ റഷായിട്ടുള്ളതാണ്. പിന്നെ ബൈക്ക് യാത്രക്കാർ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം മാക്സിമം ഇവിടെ തലപാതകാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഒരുപാട് ബുദ്ധിമുട്ടാണ് അവർ ഈ ഡെലിവറി ഇത് ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നത്. ഈ മഴയത്തൊക്കെ ഒരുപാട് അവർ സംഭവിക്കുന്നത് ഈ ഇടതുവശത്തൊക്കെ വാഹനങ്ങൾ ഒതുക്കിയിട്ടിരിക്കുകയാണ്. കാര്യം കാഴ്ചശക്തി വളരെ കുറവുള്ള ആൾക്കാരായിരിക്കും, വാഹനങ്ങൾ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്. അതുകൊണ്ടാണ് വാഹനങ്ങൾ സൈഡിൽ ഒതുക്കിയിട്ട് അവർ പതുക്കെ പോകുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രാക്ക് പിടിച്ച് പോവുകയാണ്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിൻ്റെ മാക്സിമം നമ്മൾ പതുക്കെയാണ് പോകുന്നത്. 30-40 സ്പീഡിലാണ് പോകുന്നത്. കനത്തമായിട്ടുള്ള മഴയാണ്, വളരെ ശക്തമായിട്ടുള്ള മഴയാണ് ഈ ബഹറിൽ പെയ്യുന്നത്. എന്ത് പറ്റിയെന്നറിയില്ല, വളരെ ശക്തമായിട്ടുള്ള മഴയാണ്. അത് നമ്മളിപ്പം ഈ വാഹനം ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള മിററിൽ നോക്കിയപ്പോഴും അടുത്തുള്ള വാഹനങ്ങൾ വരുന്നത് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുകയാണ്. അപ്പം ഈ നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ പറഞ്ഞാൽ അവരിപ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് പെട്ടെന്ന് കയറി വന്നതാണ്. ആ മിനി ബസ് പെട്ടെന്ന് കയറി വന്നതാണ്. ഡബിൾ ഇൻഡിക്കേറ്റർ ഒരു ഇതുമില്ല. ചില ഡ്രൈവർമാർ ഒരു ശ്രദ്ധയും കാണില്ല. നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് പോകണം. കാരണം ഇവർ കയറി വന്നിട്ട് ലെഫ്റ്റ് പെട്ടെന്ന് കട്ട് ചെയ്യുന്നത്. അതായത് ഡബിൾ ഇൻഡിക്കേറ്റർ വരുന്ന വാഹനങ്ങൾ ഇവരും പതുക്കെ പോകാനുള്ളൂ. പക്ഷേ ഇത് ഒന്നും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പം ഈ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത്, ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക.